അറബിക്കടലിൽ സൊമാലിയൻ തീരത്ത് നിന്നും കടൽ കൊള്ളക്കാർ റാഞ്ചിയ ചരക്കു കപ്പലിലെ ഇന്ത്യക്കാരടക്കമുള്ള ജീവനക്കാരെ രക്ഷിച്ച മാർക്കോസ് കമാറ്റോകളെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാരം. ലൈബീരിയൻ ചരക്ക് കപ്പലായ MV ലീല നോർഫോക്ക് കപ്പലിൽ നാവികസേനയുടെ പ്രത്യേക കമാറ്റോകൾ നടത്തിയ രക്ഷാദൗത്യത്തിന്റെ വീഡിയോയും വൈറലായി. കപ്പലിലുണ്ടായിരുന്ന 15 ഇന്ത്യക്കാർ ഉൾപ്പെടെ 21 ജീവനക്കാരെ കമാറ്റോകൾ സുരക്ഷിതമായി പുറത്തെത്തിച്ചിരുന്നു. മോചിപ്പിച്ച കപ്പൽ ഏറ്റവും അടുത്തുള്ള തുറമുഖത്തേക്ക് എത്തിക്കും. ആദ്യ വീഡിയോയിൽ കമാറ്റോകൾ കപ്പലിനെ ഹൈസ്പീഡ് മോട്ടോർ ബോട്ടിൽ സമീപിക്കുന്നത് കാണാം. ഹെലികോപ്റ്ററിൽ നിന്നെടുത്ത ദൃശ്യങ്ങളാണിത്. ചരക്ക് കപ്പലിനോട് അടുക്കുന്നതോടെ കമാറ്റോകൾ സ്പീഡ് ബോട്ടിൽ നിന്ന് ചാടുന്നതും കപ്പലിന്റെ ഡക്കിൽ കയറുന്നതും കാണാം. കപ്പലിൽ നിന്ന് വേഗം ഒഴിഞ്ഞില്ലെങ്കിൽ ഭവിഷ്യത്ത് ഉണ്ടാകുമെന്ന നാവികസേനയുടെ മുന്നറിയിപ്പോടെ കമാൻഡോകൾ കപ്പലിൽ കയറുന്നതിന് മുമ്പ് തന്നെ സായുധരായ 6 കൊള്ളക്കാർ കപ്പൽ ഉപേക്ഷിച്ച് പോയിരുന്നു. നാവികസേനയുടെ യുദ്ധക്കപ്പൽ INS ചെന്നൈയുടെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ. നേവിയുടെ നിരീക്ഷണ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സായുധ പ്രിഡേറ്റർ ഡ്രോണുകളും ദൗത്യത്തിന്റെ ഭാഗമായി. വ്യാഴാഴ്ച വൈകിട്ടാണ് MV ലീല നോർഫോക്ക് എന്ന കപ്പലിൽ കടൽ കൊള്ളക്കാർ കയറിയത്. അപായ സന്ദേശം കിട്ടിയ ഇന്ത്യൻ നേവി ഉടൻ തന്നെ INS ചെന്നൈയെ രക്ഷാദൗത്യത്തിന് നിയോഗിച്ചു. രാവിലെ തന്നെ നേവി വിമാനം കപ്പലിന് മീതെ പറന്ന് ജീവനക്കാരുമായി ആശയവിനിമയം സ്ഥാപിച്ച് അവർ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തി. കൊള്ളക്കാർ കയറിയതോടെ ജീവനക്കാർ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ആശയവിനിമയ സൗകര്യമുള്ള സ്ട്രോങ് റൂമിൽ അഭയം തേടിയിരുന്നു. ഇന്നലെ 3:15-ന് INS ചെന്നൈ ലൈബീരിയൻ കപ്പലിനെ തടഞ്ഞു. കടൽ കൊള്ളക്കാരോട് കപ്പൽ വിടാൻ നാവികസേന അന്ത്യശാസനം നൽകി. അതോടെ അവർ രക്ഷപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. റാഞ്ചിയ കപ്പലിലെ ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും യുദ്ധക്കപ്പലിലെ സംഘം ഏത് ഓപ്പറേഷനും നടത്താനുള്ള തയ്യാറെടുപ്പുകളോടെയാണ് നിൽക്കുന്നതെന്നും സൈന്യം നേരത്തെ അറിയിച്ചിരുന്നു. ലൈബീരിയൻ പതാകയുള്ള MV ലീല നോർഫോക്ക് എന്ന ചരക്കു കപ്പലാണ് കൊള്ളക്കാർ തട്ടിയെടുത്തത്. സായുധരായ 6 കൊള്ളക്കാർ ചേർന്ന് വ്യാഴാഴ്ച വൈകിട്ടാണ് കപ്പൽ റാഞ്ചിയതെന്നാണ് റിപ്പോർട്ട്. ബ്രസീലിലെ പോർട്ടോ അഖോയിൽ നിന്ന് ബഹ്റൈനിലെ ഖലീഫ ബിൻ സൽമാനിലേക്ക് പോകുന്നതിനിടയിലാണ് സൊമാലിയയിൽ നിന്ന് 300 നോട്ടിക്കൽ മൈൽ കിഴക്ക് നിന്ന് കടൽ കൊള്ളക്കാർ MV ലീല നോർഫോക്ക് എന്ന ചരക്കു കപ്പൽ ഹൈജാക്ക് ചെയ്തത്. കപ്പൽ റാഞ്ചിയെന്ന സന്ദേശം ലഭിച്ചയുടൻ ഇന്ത്യൻ നാവികസേന നടപടികൾ ആരംഭിച്ചിരുന്നു. INS ചെന്നൈയെ വഴിതിരിച്ചുവിടുകയും സമുദ്ര പട്രോളിംഗ് വിമാനത്തെ നിരീക്ഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തിരുന്നു. നാവികസേനയുടെ വിമാനം കപ്പലിലുള്ള നാവികരുമായി ബന്ധപ്പെട്ടു. സൊമാലിയ തീരത്തിന് അടുത്തു വച്ചാണ് ലൈബീരിയൻ പതാകയുള്ള MV ലീല നോർഫോക്ക് കപ്പൽ റാഞ്ചിയത്. INS ചെന്നൈ കപ്പലിൽ നിന്ന് ഹെലികോപ്റ്റർ കപ്പലിനടുത്തേക്ക് അയച്ചു. കുറ്റവാളികളോട് കപ്പൽ ഉപേക്ഷിക്കാൻ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ മറൈൻ കമാൻഡോസ് തിരിച്ചടിക്കാൻ തുടങ്ങി. ഇന്നലെ വൈകിട്ടാണ് അക്രമികൾ കപ്പലിൽ കടന്നതായുള്ള സന്ദേശം നാവികസേനയ്ക്ക് കിട്ടിയത്. കപ്പൽ റാഞ്ചിയവരെ നേരിടാനുള്ള നീക്കങ്ങൾ പിന്നാലെ തുടങ്ങി. നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS കൊച്ചിയും ചരക്ക് കപ്പലിനടുത്തേക്ക് തിരിച്ചിരുന്നു. ചെങ്കടലിലും അറബിക്കടലിലും ചരക്ക് കപ്പലുകൾക്കുമെതിരെ ഡ്രോൺ ആക്രമണങ്ങൾ നടന്ന പശ്ചാത്തലത്തിൽ നിരീക്ഷണത്തിന് ഇന്ത്യ 4 യുദ്ധക്കപ്പലുകളാണ് വിന്യസിച്ചത്.